ഇന്നൊരു വെറൈറ്റി വയനാടൻ ഉത്സവം. ഇങ്ങനെ ഒരു ഉത്സവം കാണണമെങ്കിൽ ചുരം കയറി വയനാട്ടിലേക്ക് തന്നെ വരാം. ഈ ഉത്സവം നടക്കുന്നത് നമ്മുടെ മാനന്തവാടിക്കടുത്ത് തോണിച്ചാൽ എന്ന് പറയുന്ന സ്ഥലം. നമ്മളിവിടെ എത്തുന്നത് ഉത്സവത്തിന്റെ ഒന്നാമത്തെ ദിവസം. രാത്രി കുറച്ച് വൈകിയാണ് നമ്മൾ എത്തുന്നത്. അവിടെ നിന്ന് നമ്മളീ പോകുന്നത് അടുത്തുള്ള ഒതിവത്ത് തറവാട്ടിലേക്ക്. ഇതൊരു കുറിച്യ ഗോത്ര തറവാട്. ഈ ഉത്സവം നടക്കുന്നതിന് ഈ തറവാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നും. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട പല ചടങ്ങുകളും കഴിഞ്ഞു. ഈ ഗോത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി മലക്കാരിയാണ്. അതുകൂടാതെ വേറെയും കുറെ ദൈവസങ്കല്പങ്ങളുണ്ട്. നമ്മളിവിടെ എത്തുമ്പോഴേക്കും കഴിഞ്ഞുപോയ ചടങ്ങ് ഇത് നെഗൽ അഥവാ മുനി. നമ്മളെയൊക്കെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ. ജനിക്കുന്നത് മനുഷ്യനായിട്ടാണ്. തന്റെ ജീവിതകാലം മുഴുവനും ഭൂമിയിൽ ജീവിച്ചു തീർത്ത് മരിക്കുന്നതും മനുഷ്യനായിട്ടാണ്. ഭൂമിയിൽ ജീവിച്ച കാലം താൻ ചെയ്ത നല്ല കർമ്മഫലം മൂലം തിരിച്ച് ആ ഗോത്രത്തിന്റെ ദൈവമായി പുനർജനിക്കും. അതും ഈ ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു ശരീരത്തിലൂടെ. തെറ്റുകടക്കയും ചൂണ്ടിക്കാണിച്ച് നേർവഴിക്ക് നടത്താനും ഉത്സവങ്ങൾക്കും മറ്റു ആഘോഷങ്ങൾക്കും സമ്മതം കൊടുക്കുന്നത് ഈ നഗൽ അഥവാ മുനിയാണ്. ഒരുപാട് വർഷങ്ങളായി ഈ ഗോത്ര സമൂഹം പിന്തുടർന്നു വരുന്ന ഒരു ആചാരമാണിത്. ഇതൊരു കെട്ടുകഥയല്ല, സാങ്കല്പികവുമല്ല. ശരിക്കും ഇതൊക്കെ ഇവിടെ നടക്കുന്ന സംഭവം. ലോക മൂവിയിൽ നമ്മളെ കല്യാണി ചേച്ചി പറയുന്ന ഒരു ഡയലോഗ്. സംഭവം അതുപോലെയൊക്കെ തന്നെയാണ്. പറഞ്ഞാൽ തീരാത്ത അത്രയും ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ഈ ഗോത്രത്തിന്. നമ്മൾ തിരിച്ച് അമ്പലത്തിൽ. നാളെ തെയ്യം നടക്കുന്നത് ഈ അമ്പലത്തിൽ വെച്ച്. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട്. സ്റ്റേജിൽ കലാപരിപാടി നടക്കുന്നുണ്ട്. പതിവില്ലാണ്ട് പോലീസെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. വേറൊന്നല്ല, ഇവിടെ നല്ല അടി നടക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു വെടിക്കെട്ട്. എന്തായാലും ചായ്മൽ തറവാട്ടിലെ കോളിന് പൊട്ടിയ അത്ര പോരാ. തച്ചോളി വധേനുമായി ഒരു ചരിത്ര കഥ പറയാനുണ്ട് ഈ ക്ഷേത്രത്തിൽ. അത് 500 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണ്. അതിനെപ്പറ്റി ഞാൻ അടുത്ത വ്ളോഗിൽ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയത് എന്തിനാണെന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയാം. അറിയാത്തവർക്ക് അടുത്ത വ്ളോഗിൽ പറഞ്ഞുതരാം. ക്ഷേത്രമുറ്റത്തെ സ്റ്റേജിൽ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അതേ ക്ഷേത്രമുറ്റത്തെ ഒരു സൈഡിൽ നമ്മളും കിടക്കുന്നു. ഈ സൗണ്ടെല്ലാം കേട്ട് ഉറങ്ങാൻ പറ്റിയ ഭാഗ്യം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്.